ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് താഴ്ത്താനുണ്ട് ചേച്ചി, സത്യം പറഞ്ഞാൽ. അത് ഇപ്പോൾ ഉണ്ണിക്കൊക്കെ അറിയാം, ഇപ്പോൾ ഈ പടം ഇറങ്ങിയതിന് ശേഷം. അപ്പോൾ അങ്ങനെ താഴ്ത്താനായിട്ട് ശ്രമിക്കാൻ മാത്രം ഞാൻ ആരോടും ഒരു ഉപദ്രവം ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ കുടുംബം നോക്കണം, വേറൊരു പരിപാടിയും വേറെ അല്ലെങ്കിൽ ആരോടും ഒരു വെല്ലുവിളി ഒന്നിനും ഞാൻ പോയിട്ടില്ല. പക്ഷേ കോൺസിസ്റ്റൻ്റ് ആയിട്ടൊന്ന് ഉപദ്രവിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഇതുണ്ടാവില്ല. അങ്ങനെ അങ്ങനെ നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റുമോ? എൻ്റെ അത് ശരിയല്ലേ, പിന്നെ ഞാൻ ഇതിനെ ആരെ പേടിക്കണേ? അപ്പോൾ ഞാൻ ആദ്യം ആ സ്പിരിറ്റിൽ തന്നെ ഇനി അടുത്ത പടവും ചെയ്യും എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെ അത്ര വിഷമമൊന്നുമില്ല. ഇപ്പോൾ ആൾക്കാർ ചെറുപ്രായത്തിൽ തന്നെ സൈബർ ബുള്ളിങ് കിട്ടിയപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയെ നമുക്ക് വിഷയമല്ലാണ്ടായി. അപ്പോൾ അതാണ് ഒന്നും നമ്മളെ ബാധിക്കാണ്ടാവുന്നു എന്ന് പറഞ്ഞൊരു സാഹചര്യം. അത് നമുക്ക് ഒരുപാട് സ്ട്രെങ്ത്താണ് തരുന്നത്. അത് നമ്മളെപ്പോഴും വിജയം കൊണ്ട് നേടുന്നതല്ല, അത് പരാജയങ്ങൾ അത് നല്ല രീതിയിൽ തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ കിട്ടണതാണ് ആ ഒരു സ്ട്രെങ്ത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ യു ഹാഡ് ദ ഫെയിം, ദ നെയിം. ഇതെല്ലാം ഒരു ആദ്യത്തെ സിനിമകളിൽ നിന്നൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതിനുശേഷം ഒരുപാട് സ്നേഹവും ആ കൂടെ അതെ, കിട്ടിയിട്ടുണ്ട്. അതെ. പക്ഷേ ഈ ഫെയിമും എല്ലാം നമുക്ക് അത്രയും ചെറിയൊരു പ്രായത്തിലേക്ക് വരുമ്പോൾ അത് കൺഫ്യൂഷനിലേക്ക് പലരെയും നയിക്കാറുണ്ട്. സോ ഷെയ്ൻ, ഐ ഓൾവേസ് സീൻ യു ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ള ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ പേടിച്ച് മാറി നിൽക്കുന്ന പോലത്തെ വല്ലാത്തൊരു ഇത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ ഷെയ്ൻ എന്തെങ്കിലും നിന്നിട്ടുണ്ടോ? ലൈക്ക് ഇനി എന്ത്, എങ്ങനെ, അല്ലെങ്കിൽ ഇതിലേതാ ശരി തെറ്റ്? തീർച്ചയായിട്ടും കൺഫ്യൂസ്ഡ് സ്റ്റേജ് ഉണ്ടായിരുന്നോ? കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ട്. അതായത് നമുക്ക് ഒരു കാര്യവും നമുക്ക് ചിന്തിച്ച് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊന്നിനും ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഡിപ്രഷൻ എന്ന് പറയുന്നതെന്ന് പിന്നീട് മനസ്സിലാക്കി. ഇതെല്ലാം ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പക്ഷെ അതെല്ലാം അതാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ എൻ്റെ ഫാമിലി കട്ടയ്ക്ക് സപ്പോർട്ടാണ്. എൻ്റെ എല്ലാ സാഹചര്യത്തിലും കൂടെ ഉണ്ടായിരുന്നവരാണ്. ഇതിനോടൊപ്പം തന്നെ സ്വയം തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾക്കുള്ള ക്ലാരിറ്റി ഉള്ളിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾക്ക് വരുത്തി സ്വയം പഠിപ്പിച്ച് ഒരു ഇപ്പം ഒരു എന്താ പറയുക, ആ ഒരു പീസ്ഫുൾ സിറ്റുവേഷനിലേക്ക് സ്വയം എത്തിക്കുക എന്ന് പറയില്ലേ, അതായത് സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തിക്കുക. അത് സ്വന്തത്തെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ സ്വയം എന്താണ്, എന്തിലൂടെയാണ് നീ പോകുന്നത് എന്നുള്ള തിരിച്ചറിവുകൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളിൽ ശരിക്കും എനിക്ക് ഇരിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഇപ്പോൾ നമുക്കൊരു സെൽഫ് മോട്ടിവേഷൻ കിട്ടി എന്നുള്ളതാണ്. സൈബർ ബുള്ളിങ് ഒരുപാട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഷെയ്ൻ ഒരു ടൈമിൽ? ഒരു പ്രായത്തിൽ എൻ്റെ ആദ്യത്തെ ബാൻ കിട്ടുന്നത് 23-ാമത്തെ വയസ്സിലാണ്. yeah. ഈ പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിൻ്റെ ബാൻ കിട്ടുന്നത്. അപ്പോൾ അന്ന് ഞാൻ അത്രയും നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നേ വരെ കമൻറ്റുകളിൽ ഒന്നിനും എന്നെ പറ്റി ഒരു മോശമോ ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. അന്ന് ഞാനിത് കണ്ടതോടെ എനിക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അതായത് അത്ര അബ്യൂസീവായിട്ടാണ് എഴുതണത്. അപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട്, ഇവരൊക്കെ എന്തറിഞ്ഞിട്ട് എഴുതണം, ഇതിൻ്റെയൊക്കെ സത്യം ഇവർക്കൊക്കെ അറിയോ എന്നൊക്കെ ഞാൻ പറയാൻ തിരിച്ച് ശ്രമിച്ചിട്ടൊക്കെയുണ്ട്. അപ്പം ഞാൻ പിന്നെ അതിനേലും വേറെ ബാഡ് സിറ്റുവേഷൻ. അപ്പം എനിക്ക് മനസ്സിലായി ഇതൊരു സമയമാണ്, ഒരു ടൈമാണ്. ഇതിപ്പോൾ ആൾക്കാർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇതിന് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നിൻ്റെ സിനിമ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അപ്പം എൻ്റെ സിനിമയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ അഫക്റ്റ് ചെയ്യോ? അതാണ് എൻ്റെ ചോദ്യം. ഹാവ് യു ഇത് കഴിഞ്ഞു? ഇപ്പൊ അത് തോന്നാണ്ടായി, ഒന്നും തോന്നാണ്ടായത് കണ്ടു കഴിഞ്ഞാൽ. വായിക്കാറുണ്ടോ? ഇടയ്ക്കുമല്ല വായിച്ച അത്, പക്ഷെ അങ്ങനെ കാണേണ്ട സിറ്റുവേഷൻ വന്നാലേ ഉള്ളൂ. പക്ഷെ ഇതിപ്പോ നോക്കാറില്ല പഴയ പോലെ. പക്ഷെ യു ആർ ഓവർ ഇറ്റ് അല്ലേ? ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു. അതാണ് ആ ഒന്നും ഒരു എഫക്ട് ചെയ്യണില്ല. മുഖത്ത് ആ സന്തോഷം തിരിച്ചു വന്നതും ആ ചിരി വന്നതൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ചിരി ഇപ്പോഴാണ്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഷെയ്ൻ്റെ മുഖത്തേക്ക് വന്നത്. ഇത് ഇപ്പൊ ഷെയ്ൻ ഒരുപാട് ചേഞ്ച് ഈ ഇന്റർവ്യൂസിലെല്ലാം ഞാൻ കണ്ടതുകൊണ്ടാണ് ചോദിക്കണേ. പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി ആ ഒരു വല്ലാത്തൊരു ബോണ്ടും ആ ഫ്രണ്ട്ഷിപ്പും ഷെയ്നെ കുറേ മാറ്റിയിട്ടുണ്ടോ ഇപ്പോൾ? അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നു. നല്ല രീതിയിൽ എല്ലാ ദിവസവും ഉള്ളതാണല്ലോ, അത് അവിടെയാണ് ഇതിൻ്റെ ഒരു വിഷയം. എല്ലാ ഫേസിലും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ്, അതായത് ഞാൻ എന്താ പറയുക, മമ്മാസ് ബോയായി ജീവിച്ചിരുന്ന സമയം, അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് എന്താ പറയുക, ഞാൻ കണ്ടൊരു അണ്ടർവേൾഡ് ലോകം, ലോകം എന്ന് പറയുന്നത്, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു 144p വേർഷനിലുള്ള അങ്ങനെയുള്ളൊരു വേൾഡ്, അല്ലെങ്കിൽ അത്തരം ആൾക്കാർ, അവിടെ നിന്നുള്ള എൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ, അത് കഴിഞ്ഞിട്ട് പിന്നെയും എൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ഫേസുകൾ, അല്ലെങ്കിൽ പ്രൊഫഷണലി ഉള്ള റൈവൽറി പ്രശ്നങ്ങൾ, അവിടെയുള്ള ക്ലാഷുകൾ, ഇതെല്ലാ സ്പേസിലും ഉണ്ടല്ലോ. എല്ലാ സ്പേസിലും ഉമ്മച്ചിയുണ്ട്. അപ്പം ഇതിങ്ങനെ എല്ലാ ദിവസവും കണ്ട് എന്നെ പറയാനുള്ളത് പറഞ്ഞ്, അല്ലെങ്കിൽ ചില സമയത്ത് പറയാതെ തന്നെ പലതും പറഞ്ഞ് ഒക്കെ നമ്മളുടെ കൂടെ ഇങ്ങനെ നിന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ ബോണ്ട്
അറിയാതെ തന്നെ ഭയങ്കരമായിട്ട് എന്നെ ബാധിക്കുന്നതും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുമാണ്. ഇന്നിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ സ്പേസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പണ്ട് പേടിയായിരുന്നു, ഭയം ഉണ്ടാവുമല്ലോ. കാര്യം വാപ്പിച്ചി പോയോടെ തന്നെ ഉമ്മച്ചിക്ക് എല്ലാ കാര്യങ്ങളും ഉമ്മച്ചി ഒറ്റയടിക്ക് ഏറ്റെടുക്കുന്നതിൽ ഭയങ്കര ആങ്ഷ്യസ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉമ്മച്ചിയും ഭയങ്കര കാമായി. അതൊരു ജേണി. ഞാനും ഉമ്മച്ചി ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ചാണ് മെച്ചുവേർഡായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തെറ്റൊന്നുമില്ല. കാര്യം ഏകദേശം അങ്ങനെയായിരുന്നു എന്ന് പറയാം. കാര്യം ഉമ്മച്ചിയുടെ 21-ാമത്തെ വയസ്സിലാണ് ഞാൻ ജനിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം വേൾഡ് വ്യൂ എല്ലാം ഉമ്മച്ചിക്ക് എന്നിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ കിട്ടിയെന്നുള്ളത് എന്ന് പറഞ്ഞാലും തെറ്റല്ല. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇവോൾവ് ആയി വന്നത്. അപ്പോൾ ഇപ്പോഴും പലപ്പോഴും ചില ആൾക്കാരെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉമ്മച്ചി ഭയങ്കര ക്ലിയർ ആയിട്ട് പറയും, അയാൾ വേണ്ടാട്ടാന്ന് പറയും. അപ്പോൾ അത് എനിക്ക് ഫീൽ ചെയ്യും, ശരിയാണ്. ഇത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എല്ലാ ദിവസവും ഉണ്ട്. ഞങ്ങൾക്കൊരു ഈ കോളേജ് വിസിറ്റിനൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ അമ്മേനെ വിളിച്ചിട്ട കാര്യങ്ങൾ വിശേഷങ്ങളെല്ലാം പുള്ളിക്കാരന് അല്ലേ. நானும் ரொம்ப க்ளோஸ் அம்மாவுக்கு. அம்மா இஸ் மோர் ஆஃப் அ பெஸ்ட் ஃப்ரெண்ட் டு மீ. நான் வந்து கிளாஸில் ஃபெயில் ஆனால் ஃபஸ்ட்டு அம்மா கிட்ட தான் சொல்லுவேன். லவ் பண்ணால் ஃபஸ்ட்டு அம்மா கிட்ட தான் சொன்னேன் என் கேர்ள் ஃப்ரெண்டை பற்றி. என் ஒய்ஃப் நான் ஃபஸ்ட்டு கல்யாணம் பண்ணணும்னு நான் வந்து டிசைட் பண்ணப்போ எங்கள் அம்மா கிட்ட தான் போய் சொன்னேன். ஏன்னா அப்பா இருக்காரா சொல்கிறேன், நீங்கள் சொல்லிக்கோங்க, நான் சொல்ல மாட்டேன் அப்படின்னு சொல்லுவேன் நான். ஸோ அம்மா இஸ் ஆல்வேஸ் அ பெஸ்ட் ஃப்ரெண்ட் ஃபார் மீ. ஐ திங்க் மோஸ்ட் ஆஃப் த ஃபேமிலிஸ் வேர் ஒரு சன் அண்ட் டாட்டர் இருக்கும்போது mothers are always closer to the sons and the fathers are always closer to the daughters. I'm very happy to hear that. Like that sons are closer to ശരിക്കും that is mothers. true. അതെ അങ്ങനെ തന്നെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അല്ല ഇപ്പൊ ഞാൻ തന്നെയാണെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഭയങ്കര പ്രഷർ വരും. ടെക്നിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഇതൊന്നും എൻ്റെ അമ്മയ്ക്ക് അറിയില്ല. ഇത് ഞാൻ വേണമെങ്കിൽ ഇതൊക്കെ അറിയുന്ന ഒരാളുടെ അടുത്ത് പറഞ്ഞ് അഡ്വൈസ് മേടിക്കാം. പക്ഷെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അമ്മ ചിലപ്പോൾ ഒന്നും അറിയാതെ ചുമ്മാ 2-3 സമാനപ്പെടുത്താൻ പറയുന്ന വാക്കുകളുടെ അത്രയും വലുത് വേറെ ആര് പറഞ്ഞാലും തരില്ല. അവിടെ ഈ പറയുന്ന ടെക്നിക്കലോ ഈ പറയുന്ന അതെ ഈ പറയുന്ന ലോക വിവരമോ ഈ പറയുന്ന ഇതൊന്നല്ല, ഈ പറയുന്ന ബ്ലഡ് അത്രേ ഉള്ളൂ. പൊതുവേ ഒരു സംസാരം ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു സിനിമ കാണുന്ന ആളെ പിന്നത്തെ സിനിമ ആകുമ്പോഴത്തേന് കാണാനില്ല. അപ്പോൾ മെയിൻ താരങ്ങളുണ്ട്, ഇപ്പോൾ ഷെയ്ൻ തന്നെ ചെയ്യുന്നു. പക്ഷെ അല്ലാത്ത ആളുകൾ വരുന്ന സമയത്ത് പലപ്പോഴും പുതിയ 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 മുഖങ്ങളാണ്. ഇപ്പോൾ പല നടിമാരുടെ എല്ലാം പറഞ്ഞ് വീഡിയോ വരുന്ന സമയത്ത് നമ്മൾ തപ്പണം, പോയി ഇത് ഏത് സിനിമ ഏത് നടി. സോ അതുപോലെ തന്നെ പലരും വരണു പോണു ഭയങ്കര ഫ്രഷ് ആയിട്ട് ഈ കരിയർ ഭയങ്കര അൺസ്റ്റേബിൾ ആയ പോലത്തെ ഒരു തോന്നൽ വരുന്നതിൽ നിന്നാണ് ഞാനത് ചോദിച്ചത്. അല്ലല്ല, ആരോഗ്യപരമാണെങ്കിൽ കുഴപ്പമില്ല, വരുന്നു പോകുന്നു, അത് അവർ പോയിരുന്നാൽ മതി. വന്നിട്ട് അവർ എന്തെങ്കിലും ചെയ്താൽ പോകില്ല. പിന്നെ ഫ്രഷ് ഫേസ് കൊണ്ടുവരുമ്പോ പിന്നെ അവരെന്നാ ചെയ്യും? അല്ലല്ല, വന്നിട്ട് അവര് എന്താണോ പെർഫോം ചെയ്യുന്നത് അതനുസരിച്ച് അടുത്ത ഡയറക്ടേഴ്സിന് ഇതുപോലെ അഭിനയിച്ചവരാവശ്യമുണ്ടെങ്കിൽ അവർ തിരിച്ചു വിളിക്കും. ഇപ്പം എല്ലാ പടത്തിലും ഇപ്പം ഒരുപക്ഷെ അടുത്തൊരു പടം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫുള്ള് ഇതുപോലത്തെ കാസ്റ്റിംഗ് ആയിരിക്കില്ല അതിനെ നമ്മൾ ചൂസ് ചെയ്യുക. ഓരോ സിനിമയ്ക്കും കാസ്റ്റിങ്ങിന് അപ്രോച്ച് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. ഈ സിനിമയുടെ രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ ശാന്തി ബ്രോ ഇങ്ങനെ സംസാരിക്കണം, പുതിയ ആൾക്കാർ വരണം, ബോർഡറിലെ ആൾക്കാരായിരിക്കണം. இல்லை அது பிகாஸ் த ஸ்டோரி இஸ் செட் இன் தமிழ்நாடு கேரளா பார்டர். ஸோ அதனால வந்து அதுக்கேற்ற மாதிரி ஃப்ரெஷ் ஃபேஸஸ் ஆகும். நீங்கள் வேறு தமிழ் மலையாளம் மிக்ஸ் பண்ண பையனுக்கே என்ன 3 தடவை ஃபுல் படத்தை டப் பண்ணி வச்சார். இதில் நான் ஃபுல் மலையாளம் பேசுகிற பையனை என்னை வந்து 1 மாதம் கொச்சின்லேயே கிட்னாப் பண்ணி வச்சிருப்பேன். இதுக்கே நான் வந்து இல்லை ஃபர்ஸ்ட் டைம் டப்பிங் பண்ணோன்னே 3 days കഴിഞ്ഞു டப்பிங். நான் அப்படியே ஷோல்டரில் அப்படியே காலெல்லாம் தூக்கி போட்டேன். மலையாள படம் ஃபர்ஸ்ட் டைம் நான் സംസാരിച്ച് 3 days കഴിഞ്ഞു. அப்போ நான் சென்னைக்கு போனோடனே 2 days எனக்கு கால் பண்ணார். பிரதர் சின்ன கரெக்ஷன்ஸ், இன்னொரு வாட்டி கொச்சின் வர முடியுமா? ஓகே அப்படின்னு சொல்லிட்டு வந்தோடனே ஃபஸ்ட்டு சீன்லேருந்து 60th சீன் வரைக்கும் எல்லா டைலாக்லையும் நான் கேட்டேன், என்னங்க எல்லாம் ஃபுல் படமா? இல்லை சின்ன கரெக்ஷன் சொல்லிட்டு திருப்பி 3 days ஃபுல் கரெக்ஷன். அப்போ எல்லாம் முடிஞ்சதுக்கப்புறம் நான் சொன்னேன், ஓகேல பக்கா, நான் சாந்தனு ப்ரோ பக்கா, நீங்கள் இப்போ ஃபுல் மலையாளி மாதிரி பேசிட்டீங்க, ஓகேன்னு சொல்லி சென்னைக்கு போயாச்சு. இப்போ சென்னைக்கு செல்வராகவன் சார், அல்ஃபோன்ஸ் சாரோட டப்பிங் வந்திருக்காங்க. அப்போது உன்னி கால் பண்ணுறாரு, சாந்தனு சின்ன கரெக்ஷன்ஸ் அப்படின்னு. அடுத்த 32 சீன்ல இல்லை திருப்பியும் ஃபுல் படத்தை டப் பண்ணேன். என்னன்னா ஃபஸ்ட்டு ஃப்ளோ பிடிக்கணும், செகண்ட் டைமு ஸ்லாங்கை பிடிக்கணும், தேர்ட் டைம் இதெல்லாம் இப்போ ஓகே சப்கான்ஷியஸ் மைண்டில் எல்லா டைலாகும் ஏறிடுச்சு, இப்போ இமோஷன்ஸை கொண்டு வரலாம் വീണ്ടും ഒന്നുകൂടെ ചെയ്യായിരുന്നു ടൈം. ஆமாம், സമയമില്ല. இவரோட கோடர் இருக்காரு சபரி வந்து என்ன சொன்னாரு, நான் வந்து கரெக்ஷன் டைலாக் மட்டும் உங்களுக்கு வாய்ஸ் நோட் அனுப்புறேன்னாரு. பார்த்தா 100+ வாய்ஸ் நோட் என்ன ப்ரோ பேசுனது ஃபுல்லாவே கரெக்ஷனா